written അറിയില്ല, so I was confused as in what name should I call. Mm-hmm. Address ചെയ്യുമ്പോഴും good morning, what name should I call എന്നുള്ള confusion ആയിരുന്നു Right, always. right, right. And മുൻപ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടോ? Yeah, ഇത് ആക്ച്വലി അറ്റ് ദ ടൈം ഓഫ് ഡയറക്ടിങ് ദിസ് ഷോർട്ട് ഞാൻ ഇതിനു മുമ്പ് ആകെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും പുറത്തുണ്ട്. ദാറ്റ്സ് ഇറ്റ്സ് കോൾഡ് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ. അത് Oh, okay. യൂട്യൂബിലുണ്ട്. Okay, okay, okay. പിന്നെ അതിനുശേഷം 3 ഷോർട്ടുകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ, പിന്നെ ഒരു ഒരു ഫീച്ചർ ലെങ്ത് ഡോക്യുമെന്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Oh. റീസെന്റ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ് കരു. കരുയുടെ ഡയറക്ടർ ഏരിയൽ നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം ഏരിയൽ. ഹായ്. ഒരു പുതുമയുണ്ട് എല്ലാം കൊണ്ടും, ലൈക്ക് ഫ്രം ബിഗിനിങ് ടിൽ എൻഡ്. ഒരു ഒരു യൂഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് രീതിയല്ല. അതിൽ പല കാര്യങ്ങൾ പല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ ദ ക്യാരക്ടർ യുനോ പ്രഡിക്റ്റബിൾ അല്ല. ക്യാരക്ടറിന്റെ എന്താ പറയുക, പ്രോഗ്രഷൻ ഇസ് ഡിഫറെന്റ്, ക്യാരക്ടർ ഗ്രാഫ് ഇസ് ഡിഫറെന്റ്. സോ അതിന്റെ സ്പാർക്ക് എന്തായിരുന്നു? ഇത് ലൈക്ക് ആസ് ദ ക്രെഡിറ്റ്സ് ഓഫ് ദ ഫിലിം ടെൽസ് ഇറ്റ്സ് ലൈക്ക് കോ റിട്ടൺ. അതായത് സ്ക്രീൻ പ്ലേ ഞാനാണ് എഴുതിയെങ്കിലും അതിന്റെ സ്റ്റോറി രണ്ടുപേര് ഉള്ളതാണ്. സോ ദിസ് മാൻ ഡോക്ടർ അജയ് ബാലേന്ദ്രൻ, പുള്ളി എനിക്കറിയാം. പുള്ളി എൻ്റെ അച്ഛൻ വഴി എനിക്ക് അറിയാവുന്ന ഒരാളാണ്. സോ ഹീ കെയിം ടു മീ ആൻഡ് ലൈക്ക് വി വർ ഡിസ്കസിങ് ദിസ് വൺ ലൈക്ക് സ്മോളർ സ്റ്റോറി അബൌട്ട് ചെസ്. It was about not a nuclear family, but a group consisting of a man, a woman, and a child, and a chessboard. ഇതായിരുന്നു അതിന്റെ gist. Um, and there was a story there, and we thought we could explore that. But when I showed it to other people, എനിക്ക് അറിയാവുന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കാണിച്ചപ്പോഴും എനിക്കും ആ കഥയോട് ഒരു എന്താണ് ഒരു മടുപ്പ് ഉണ്ടായിരുന്നു. അതിരിക്കെ വി തോട്ട് ദാറ്റ് ദ പ്രിമൈസ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതിലൊരു ഒരു അൺമാരീഡ് മിഡ്-30s കപ്പിൾ വിത്ത് എ ചൈൽഡ് ആൻഡ് ചെസ് ഇൻവോൾവ്. ദാറ്റ് ഐ തോട്ട് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതേ സമയത്ത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ലൈക്ക് എന്താണ് കാസ്റ്റ് അബ്യൂസ് എന്താണെന്നും കാസ്റ്റ് അബ്യൂസ് എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്സിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറും എന്നുള്ള സാധനമൊക്കെ ഞാൻ പേഴ്സണലി അനുഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഐ നീഡഡ് എ വേ ടു ലൈക്ക് പ്രോസസ് ദീസ് തോട്ട്സ് ദാറ്റ് ഐ വാസ് ഹാവിങ്. I needed to process like the way I felt about the way caste permeated into my life. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു മീഡിയം ആയിട്ട് ഈ ഐഡിയ ഉപയോഗിച്ച് ഈ ഐഡിയയും എൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ ഞാൻ ഒരുമിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ. ഇതില് ലീഡ് ആക്ടേഴ്സ്, വൺ ഇസ് പൂജ, ഫെമിലിയർ ഫേസ് ആണ്. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് ദ അതർ ടു? വി ഹാവ് 3 ആക്ടേഴ്സ്. ഇപ്പം രാഘേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി എന്റെ ഫസ്റ്റ് ഷോട്ടിൽ അഭിനയിച്ചിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി ഇപ്പം മറ്റേ ഒരു സിനിമ ഉണ്ടായില്ല, അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായില്ലേ, അതിലൊക്കെ ഉണ്ട്. പിന്നെ നിരുപമയാണ്. നിരുപമ വാസ് ഇൻ എ ലോട്ട് ഓഫ് ഫിലിംസ് ബൈ ദ ടൈം വി met them and like talked about this film as well. They're in Bhishma Parvam. They're in I think quite a few other films also. I had selected. They're an art director, really talented artists, the both of them. Uh, yeah, എല്ലാരും നമ്മള് ഇപ്പം the other two and me, like I think we are like newer to film than Pooja is. And പക്ഷെ I think they've both done their jobs really, really well in the film. That's true. They have done really well. And basically, with the artists, did you discuss that this is a plot and this is how the story is getting evolved? And it improvisations in Dio, although this is like you made the screenplay and you executed it. See, എനിക്ക് improvise ചെയ്യാൻ അപ്പം at that point in my directorial like gaze, I was not really into improvisation. പക്ഷെ there was like discourse between me, Pooja, Nirupama and Raghin. നമ്മളെല്ലാരും എന്താണ് നമ്മൾ ആ സിനിമയിൽ കാണുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. There was also significant changes to the screenplay over the course of like filming. അതായത് അതിന്റെ സ്ക്രീൻ പ്ലേയിലുള്ള എൻഡിങ് ഒന്നും അല്ല നമ്മൾ ആക്ച്വലി ഫിലിം തീരുമ്പോൾ ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ഷേപ്ഡ് ഇൻ ലാർജ് പാർട്സ് ബൈ ദ വേ ഐ വാസ് പെർസീവ്ഡ് ഓൺ സെറ്റ് ഓർ ലൈക്ക് ഇൻ മൈ ലൈഫ്. അപ്പം അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇംപ്രൊവൈസ്ഡ് അല്ലെന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയത്ത് ഞാൻ വേണമെന്ന് വെച്ച് ഇംപ്രൊവൈസ് ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഉറപ്പോടെ ഞാൻ എൻ്റെ ഇംപ്രൊവൈസേഷനിലേക്കുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഇംപ്രൊവൈസ്ഡ് ആയതാണെന്നൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല.
കാരണം ഇവരെല്ലാവരും ഐ ഡോണ്ട് നോ ദ അതർ ടു പീപ്പിൾ ലൈക്ക് ബട്ട് പൂജ ഷീ ഹാസ് ഹെർ ഓൺ സ്റ്റാൻഡ്, ഷീ ഹാസ് ഹെർ ഓൺ വ്യൂസ്. ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടക്കാലത്ത് വെച്ചിട്ട്, ആൻഡ് ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു സേ വാട്ട് ഷീ ലൈക്സ് ആൻഡ് വാട്ട് ഷീ ഡസൻ. അപ്പൊ ആ ഒരു പേഴ്സണൽ വ്യൂസ് ഉള്ള ഒരാളാണ്. സോ ഡിസ്കഷനിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇവോൾവ് ആവാലോ, ആൻഡ് ദ വേ യു ആർ പ്രസന്റിങ്, ബിക്കോസ് അതില് യുനോ ആൻഡ് പലപ്പോഴും നമ്മൾ സിനിമയില് അനാവശ്യ സമയത്ത് കസ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതുണ്ട്. പക്ഷെ ഹിയർ വെൻ യു യൂസ്, ഇറ്റ്സ് ക്വൈറ്റ് എവിഡന്റ് ഫ്രസ്ട്രേഷൻ ഓർ വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഹെർ വെൻ ഷീ ഈസ് റീകോളിംഗ് ദ മൊമെന്റ്സ് വാട്ട് ഹാസ് ഗോൺ ത്രൂ ഇൻ ഹെർ ലൈഫ്. അപ്പൊ അത്തരം കുറച്ച് സാധനങ്ങളുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, ലൈക്ക് വെദർ ദർ വർ തിങ്സ് ആഡഡ് ഫ്രം their സൈഡ്. Yeah, പൂജ certainly അറ്റ് സം ലെവൽ അറ്റ്ലീസ്റ്റ് സിനിമയില് പൂജയുടെ വ്യൂ പോയിന്റ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും. ഐ തിങ്ക് എല്ലാ അതിലുള്ള എന്താണ് ആ സിനിമയെ കുറിച്ചോ ആ സിനിമയിലെ തത്വങ്ങളെ കുറിച്ചോ ചിന്തിച്ചിട്ടുള്ള ക്രൂവിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യരുടെ ചിന്താഗതികൾ ആ സിനിമയില് എന്താ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസം ആണ് എനിക്കുള്ളത്. സിനിമയിലെ സ്വെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്ക്രിപ്റ്റിലുള്ളതാണ്. ഞാൻ അത്യാവശ്യം ഐ എം someone who swears quite a lot, is what people have told me. ആ സ്ക്രീൻ പ്ലേയിലാണെങ്കിലും അത്യാവശ്യം തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദ സ്ക്രീൻ പ്ലേ മൈറ്റ് ഹാവ് ഹാഡ് മോർ ദ സ്വെയറിംഗ് ദാൻ ദ ഫിലിം. ആൻഡ് യാ, ഐ ഡു റിമെമ്പർ അഗൈൻ ഇറ്റ്സ് ബീൻ ലൈക്ക് ഓൾമോസ്റ്റ് 2 years. അപ്പൊ കുറച്ച് വേഗാണ് ഓർമ്മകള്. ഞാനും പൂജയൊക്കെ സംസാരിച്ച് എന്ത് തെറി ഉപയോഗിക്കണം എന്നൊക്കെ നമ്മള് സെറ്റിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദോസ് ആർ മൈനർ ഡിസ്കഷൻസ്. They weren't like, focal points, so to say, of like the way we discussed. Movie starts with Paranjit, presenting it. So, how is that happening? അതിപ്പം നമ്മള് നീലം സോഷ്യലിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയുടെ കൂടെ നമ്മൾ ലിയേസോൺ ചെയ്യുകയും പുള്ളി സിനിമ കാണുകയും പുള്ളി അതായത് അവരുടെ ചാനലിൽ കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിലത്തെ ഒരു സാധനം വരികയും അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഐ തിങ്ക് it's a little bit, I'm not so sure I should be saying those things out loud, but like അത് അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അവരെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെടുക്കും, അവർ പിക്കപ്പ് ചെയ്യും, and then they'll eventually release it. അത് പറയുമ്പോൾ നീലം സോഷ്യൽ, ഫോർ ദോസ് ഹു ഡു നോട്ട് നോ അബൌട്ട്, എന്ത് ഇറ്റ്സ് ദാറ്റ് an organization, what is that actually? Neelam Social is a social media platform that is like run by director Paranjit. അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരു അംബേദ്കറൈറ്റ് മൂല്യങ്ങളിൽ ഓടുന്ന ഒരു ചാനലാണ്. അംബേദ്കറൈറ്റ് മൂല്യങ്ങൾ നിലകൊള്ളുന്ന കലയും ചർച്ചകളും കാഴ്ചപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ട്വിറ്റർ ഫേസ്ബുക്ക് ഒക്കെ ഉള്ള ഒരു സാധനമാണ് അത്. Yeah, that's what Neelam Social is. So they pick up your film sometimes. They have panel discussions. They talk about films. So തിയേറ്ററിലേക്ക് ഇറങ്ങുന്ന സിനിമകളെ റിവ്യൂ ചെയ്യും, മച്ച് ലൈക്ക് യു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ / സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് നീലം സോഷ്യൽ. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. We have to get it over with. അല്ല, അതെനിക്ക് മനസ്സിലാവേണ്ടല്ല, പേടിയായിട്ടാണ്. നിനക്ക് എന്തിനാ പേടി? തുടക്കത്തില് വളരെ എന്താ പറയാ ഒരു ഇൻസെക്യൂർ അല്ലെങ്കിൽ ഉറച്ചൊരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിലാണ് പ്രൊട്ടഗണിസ്റ്റ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം പൂജ ഈസ് ഗിവിംഗ് കോൺഫിഡൻസ്. ഒരു ഘട്ടത്തില് ഹീസ് വളരെ ബോൾഡായിട്ട് കാര്യങ്ങളിലേക്ക് പറയുന്ന, ഓക്കെ നൗ യു ലിസൺ ടു മീ എന്നുള്ള പറയാവുന്ന രീതിയിലുള്ള വോയിസ് വരുന്ന ക്യാരക്ടർ ഗ്രാഫ് എലിവേഷൻ നടക്കുന്നുണ്ട്. സോ ഹൗ വാസ് ദാറ്റ് ഡിഫൈൻ ഫ്രം ഇങ്ങനെ തുടങ്ങണം, ഈ ഒരു ലെവൽ, ഈ ഒരു സമയത്ത് ക്യാരക്ടർ അങ്ങനെ ആവണം? സ്കൂളിൽ തുടങ്ങി ചായക്കട വരെ ജാതിയുള്ള നാട്ടില് മോസ്റ്റ് പ്രിവിലേജ് പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് നീ ഇവിടെ പ്രശ്നമില്ലാന്ന് പറയുന്നത്. ചട്ടപ്പൂല്ല, ഒരു കോപ്പൂല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതെനിക്ക് തോന്നുന്നു ഞാൻ എന്നെ തന്നെ അതിൽ കാണിക്കുന്നത്. ഞാൻ അത്യാവശ്യം സംസാരിക്കാനൊന്നും കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് again about this thing I was thinking about it for like the last 12 hours, thinking, oh, how will I present myself? പക്ഷെ when it comes to like when I have to speak, എനിക്ക് വലിയ പാടൊന്നുമില്ല സംസാരിക്കാൻ. ഒരു ഭയങ്കര പേടിയുള്ള പക്ഷെ അസർട്ടീവ് ആവാൻ ഭയമില്ലാത്ത ഒരാളെ കാണിക്കുന്നത് വളരെ റെയർ ആണെന്ന് തോന്നി. ആൻഡ്
I really wanted to show that, for a lot of like people who have like എന്താണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒപ്രഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് അവരുടെ ഒപ്രഷൻസ് ഓൾസോ മേക്സ് ഇറ്റ് ടിമിഡ്, റൈറ്റ്? അതായത് നമ്മളിങ്ങനെ ഒരു സെൽഫ് ഡിഫെൻസ് പോലത്തെ ഒരു സാധനം നമ്മളിങ്ങനെ വെക്കും. നമ്മളിങ്ങനെ ഭയങ്കര പയ്യെ നിന്നിട്ട്, ബട്ട് വെൻ ലൈക്ക് യുവർ മോറൽസ് ഓർ യുവർ ലൈക്ക് വാല്യൂസ് ആർ ക്വസ്റ്റ്യൻ, ഇറ്റ് കംസ് ടു ബി മീ അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇൻസ്റ്റന്റ്ലി. അതായത് ഇപ്പൊ ഓക്കെ, ഇയാൾ എന്റെ ഫണ്ടമെന്റൽ ഐഡിയോളജിയെ അതായത് ചോദ്യം ചെയ്യുകയാണ്. അപ്പം എനിക്ക് പിന്നെ എന്താണ് ഇൻഹിബിഷൻസ് ഒന്നുമില്ല, ഐ സ്റ്റാൻഡ് അപ്പ് ഫോർ മൈസെൽഫ്. അപ്പം അങ്ങനത്തെ ഒരു സാധനം കാണിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഐ ഓൾസോ തോട്ട് ഇറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു ലൈക്ക് ഷോ ദിസ് മാൻ ആസ് ലൈക്ക് ദിസ് ഒരു കുഞ്ഞി ആളിൽ നിന്നും അയാൾ ഒരു എന്താ ഇവിടെ ഇത്ര ചെറിയൊരു ഇപ്പൊ കോൺഫിഡൻസ് ബൂസ്റ്റ് അയാൾക്ക് കൊടുക്കുകയും എന്നിട്ട് അയാൾ അവിടെ നിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നി. I didn't want him to like take control of the narrative at any point, but I wanted him to stand up for himself. That makes sense as well. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഈ നിരുപമ ക്യാരക്ടർ ഐ ടോൾഡ് നിരുപമ ചെയ്ത ക്യാരക്ടർ ലൈക്ക് ഐ ഫൗണ്ട് ഇറ്റ് റിസംബ്ലിംഗ്, ബട്ട് ഐ ഡോണ്ട് നോ വെദർ അതേഴ്സ് ആർ ഫൈൻഡിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പൂജയും നിരുപമയും തമ്മിലൊരു റിസംബ്ലൻസ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മള് when you're casting for a mother and a child, you know sort of try to make them look similar. നമ്മള് ചർച്ച ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് we didn't want people who looked, അതായത് പൊതുസമൂഹം ഒരു സവർണതയുടെ ചിഹ്നമായിട്ട് കാണുന്ന ടൈപ്പ് ആളെ അല്ലാത്ത രീതിയിലത്തെ മനുഷ്യരെ വേണം നമുക്ക് കാസ്റ്റ് ചെയ്യാനൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് നമ്മള് പൂജയിലേക്കും നിരുപമയിലേക്കും ഒക്കെ പോകുന്നത്. നിരുപമ മോർ ബിക്കോസ് വി തോട്ട് നിരുപമ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്ട്, ബിക്കോസ് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും പേഴ്സണലി അറിയാവുന്ന ആളായിരുന്നു. പൂജ വി ലൈക്ക് എന്താ കോൾഡ് മെസ്സേജ് ഓൺ ഇൻസ്റ്റഗ്രാം. ഐ മെറ്റ് പൂജ ഓവർ കപ്പ് ഓഫ് കോഫി അറ്റ് പപ്പായ, അറിയോ കഫേ പപ്പായ, അവിടെ പോയി. സോ എനിക്ക് കാസ്റ്റിങ്ങില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും കാണുമ്പോഴത്തേക്കും അമ്മയും കുട്ടിയും പോലെ ഇരിക്കണമെന്ന്. പക്ഷെ അങ്ങനെ എന്താണ് നമ്മൾ അങ്ങനെ അതിനുവേണ്ടി ഭയങ്കര എഫേർട്ട് എടുത്ത് ഇതിന് പൂജയും നിരുപമയും തന്നെ വേണം എന്നും പറഞ്ഞൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും. We were always willing to work with the kind of talent that we got. We wanted talent with a little bit of visibility. And we're really happy, like I'm at least really happy that Pooja has much more visibility now than she did when we first shot the film. Ippam Pooja is like, എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ഒരു ആർട്ടിസ്റ്റായി മാറുകയും ചെയ്തതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഹാസ് ഓൾസോ ഹെൽപ് ദ ഫിലിം എ ലോട്ട്. വളരെ സെറ്റിൽ ആയിട്ട് എന്നാൽ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് യു ആർ ഡിസ്കസിങ് സെക്സ് ആൻഡ് ജെൻഡർ. സോ ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ആസ് ഇൻ അത് ആ ഒരു ചെസ് ബോർഡിന്റെ അപ്പുറം ഇരുന്നിട്ട് ദിസ് ഡിസ്കഷൻ ആൻഡ് ദാറ്റ് ടു ഇറ്റ്സ് നോട്ട് ലൈക്ക് അതിനെ കുറിച്ച് വളരെ ബോധപൂർവം സംസാരിക്കുന്നു എന്നുള്ള രീതിയിലല്ലാതെ വളരെ കാര്യമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യണമുണ്ട്. സോ ഹൗ വാസ് ദിസ് കൺസീവ് ദിസ് പർട്ടിക്കുലർ സീൻ? എനിക്ക് എന്താ പറയാ, ഇപ്പം എന്റെ അടുത്താണെങ്കിലും ബിക്കോസ് ഐ എം ലൈക്ക് നോട്ട് സിസ്ജെൻഡർ, ഐ എം ട്രാൻസ്. അതുകൊണ്ട് എന്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഐ എം ഓഫൻ പുട്ട് ഇൻ എ സിറ്റുവേഷൻ വേർ ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ലൈക്ക് ദ വേ ജെൻഡർ മാനിഫെസ്റ്റ്സ് ഇറ്റ്സെൽഫ് ഫോർ മീ. അപ്പം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത മനുഷ്യർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ് ഞാൻ ഈ സെക്സ് ജെൻഡർ ടു ഡിഫറെന്റ് തിങ്സ് എന്നുള്ള സാധനം അതിൽ കൊണ്ടുവരുന്നത്. ഐ എം നോട്ട് സമൺ ഹു ബിലീവ്സ് ദാറ്റ് സെക്സ് ആൻഡ് ജെൻഡർ ആർ ടു തിങ്സ് ദാറ്റ് ആർ ലൈക്ക് എന്താ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ള വിശ്വാസം ഇല്ലെന്നും ഇത് രണ്ടും ഫ്ലൂയിഡ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സാധനങ്ങളാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. But for like large parts of the public, I think that is somewhere that we've, as queer people, decided to like ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് അത് അയാളോട് പറയാൻ നിരുപമ എന്താണ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ പീപ്പിൾ. ഇറ്റ്സ് സംതിങ് ദാറ്റ് queer people have decided that this is going to be how we are going to try to explain it to cis people. അങ്ങനത്തെ ഒരു സാധനമാണ്. And we had certainly discussed about this lollipop thing. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വിഷ്വലി സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടും ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഗുഡ് ദാറ്റ് ഇഫ് യു എക്സ്പ്ലെയിൻ ദാറ്റ്. അപ്പൊ ഇതില് സ്ക്രിപ്റ്റിലുള്ള സാധനമായിരുന്നു ഈ ലോലിപോപ്പുകൾ. എനിക്കുണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രണ്ടുപേരും ബിക്കോസ് ദി ആർ ചെസ് പ്ലേയേഴ്സ്, റൈറ്റ്? ഇവര് കണ്ടുമുട്ടുന്നൊക്കെ ചെസ് കളിക്കുന്ന സമയത്താണെന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടില്ലെങ്കിലും ഐ തിങ്ക് ദാറ്റ്സ് ലൈക്ക് അവിടെ എവിടെ ഉണ്ട്, വേണമെങ്കിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമായിട്ടുണ്ട്. അപ്പം ഇവർ ഈ ചെസ് കളിക്കാനൊക്കെ പോകുമ്പോൾ ടൂർണമെന്റ് ഇടയിൽ റൗണ്ട്സിന്റെ ഇടയിൽ നമുക്ക് കുറെ സമയം കിട്ടാറുണ്ട്. ഇപ്പം ഓരോ 1.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇപ്പൊ നേരത്തെ ഒരു കളിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം വായി നോക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും.
അപ്പൊ ഈ അഡൾട്ട്സ് ഒക്കെ കുറച്ച് സിഗരറ്റ് വലിക്കാനൊക്കെ പോകുന്ന ഞാൻ കൊച്ചിലെ ചെസ് കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവര് മീറ്റ് ചെയ്യുകയും പിന്നീട് ഇതിൽ ഒരു വ്യക്തിക്ക് സിഗരറ്റ് വലിക്കുന്നത് നിർത്തണമെന്ന് തോന്നുകയും ഇവരൊക്കെ എന്നാലും ബിക്കോസ് ദീസ് പീപ്പിൾ മെറ്റ് ഓൺ സിഗരറ്റ് ബ്രേക്സ് ദേ സ്റ്റിൽ വാണ്ടഡ് ടു ലൈക്ക് യുനോ ലൈക്ക് ഒരു ആക്ടിവിറ്റി ദാറ്റ് ദേ കുഡ് ഡു ടുഗദർ. അതായിട്ട് ലോലിപോപ്പുകൾ മാറുകയുമാണ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന സാധനം. അതാണ് അതിന്റെ ഒരു പരിപാടി. നമുക്ക് ഇത് ആക്ച്വലി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ അത് എടുത്ത് കളഞ്ഞു. രണ്ടാമത്തെ ദിവസം ഓൺ സെറ്റ് ഷൂട്ട് ലേക്ക് ഇത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസോസിയേറ്റും ഞാൻ സിനിമാറ്റോഗ്രാഫറും ഒക്കെ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ അതായത് ദിസ് വാസ് പ്ലോട്ട് ആൻഡ് ലൈക്ക് ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ഇത് എന്താണ് നെസസറി അല്ല എന്ന് പറഞ്ഞു. ബട്ട് ദെൻ പൂജ വാസ് ലൈക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ദിസ് വാസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് അട്രാക്റ്റഡ് മീ ടു ദ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വി കെപ്റ്റ് ഇറ്റ്. We bought like some 70-80 lollipops and we kept doing lollipop take after lollipop. There were a lot of lollipops on set. നല്ല രസമുള്ള ഒരു സാധനമാണ്. പിന്നെ അതിലൊരു എന്താ ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. കുട്ടികളാണ് പൊതുവെ ലോലിപോപ്പുകളൊക്കെ എന്താണ് കഴിക്കുന്നത്. അഡൾട്ട്സ് അങ്ങനെ ലോലിപോപ്പും കഴിച്ച് നടക്കണം ഞാൻ കാണാറില്ല റോട്ടിലൊന്നും. അപ്പൊ അതൊരു നല്ല സാധനമായിട്ട് തോന്നി. അതോട് കൈൻഡ് ഓഫ് ലൈക്ക് എന്താ ഈ കോൺവെർസേഷന്റെ ഒരു സീരിയസ്നെസ്സിനെ ഒന്ന് മോഡറേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് ഉപയോഗിക്കാൻ തോന്നി. പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ബിക്കോസ് ലൈക്ക് ദ ഫ്രെയിംസ് ആർ സോ ലൈക്ക് ടൈറ്റ്, അത് അവരുടെ കൂടെ അനങ്ങുന്നൊന്നുമില്ല. അപ്പൊ അവർക്ക് അവരെ പോയിന്റ്സ് മേക്ക് ചെയ്യാൻ വേണ്ടി അവരെ കയ്യിലൊക്കെ എന്തോ സാധനം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പരിപാടി ആയിരിക്കും തോന്നിയിട്ട് അതിനും കൂടി ഈ ലോലിപോപ്പുകൾ ഉപയോഗമുണ്ട്. ഇപ്പം പൂജയൊക്കെ ആണെങ്കിൽ അസർട്ടീവ് ആകുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ലോലിപോപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. മറ്റേ പുള്ളിയാണെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ വായിൽ ലോലിപോപ്പ് വെച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ്. ദാറ്റ് ഓൾസോ ഇസ് റെപ്രസെന്റേറ്റീവ് ഫോർ മീ ഓഫ് ലൈക്ക് ഹൗ ദീസ് കോൺവെർസേഷൻസ് ലൈക്ക് ഹാപ്പൻ ഓൾസോ. അതായത് ഒരു ഒപ്രഷൻ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും അതിനെ വേറൊരാൾ ടേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു പവർ എന്താണ് സാധനം എല്ലാം അതിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊന്നും ഇന്റൻഷനൽ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഐ തിങ്ക് ഐ കൻ സീ ദോസ് ഇൻ ദ ഫിലിം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒബ്സർവേഷൻ. അതായത് യുനോ യു ഹാവ് ദിസ് പ്രോപ്പർട്ടി ഡിസൈഡഡ് ടു ബി യൂസ്ഡ് ആൻഡ് ദെൻ അതിലൊരു കമാൻഡ് വരെയും യുനോ ദർ ഇസ് എ കൈൻഡ് ഓഫ് ടെക്നിക്കാലിറ്റി വിഷ്വലി സ്റ്റോറി ടെല്ലിംഗിൽ അത് വരുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആണ്. സോ ദാറ്റ്സ് നൈസ്. ഇഫ് യു കുഡ് സമ്മറൈസ് ദ the core elements that you wanted to discuss in this short, like we are of course gender and the sexuality and casteism and അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം പ്ലേസ് ഓഫ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദീസ് തിങ്സ് പെർട്ടിക്കുലർലി. എനിക്ക് കെയിം ഫ്രം എ പ്ലേസ് ഓഫ് ലൈക്ക് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ആർ ഓൺ മൈ ഹെഡ് റൈറ്റ് നൗ ആൻഡ് ഐ നീഡ് ടു ലൈക്ക് ഇതിനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും എന്നും പറഞ്ഞിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പം ഇതിൽ ജാതീയതയുണ്ട്. ജാതീയത എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ആ സമയത്ത് അതിന് മുമ്പത്തെ ലാസ്റ്റ് പാർട്ട്ണറിന്റെ കൂടെ ആണെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പിൽ ഞാൻ ഒരു അവർണ വ്യക്തിയാണ്, അവരൊരു ബ്രാഹ്മൺ സ്ത്രീ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇവരുടെ അടുത്ത് ഞാൻ ജാതീയത ഫേസ് ചെയ്യുന്നുണ്ടെന്നും അത് എന്നെ ആൾക്കാർ പെർസീവ് ചെയ്യുന്ന സാധനത്തില് ഒരു ഫാക്ടർ ആണെന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഐ wanted the non-binary character and the സവർണ സ്ത്രീ ബിക്കോസ് എന്താണ് നോൺ ബൈനറി ക്യാരക്ടർ അവിടെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരാണ് എന്റെ സിനിമയിലെ ഞാൻ ആ സിനിമയെ പെർസീവ് ചെയ്യുന്ന പോലെയാണ് അവർ അതിലുള്ളത്. അവരൊരു ഈ സിസ്റ്റം, അതായത് സിസ് പേട്രിയാർക്കിയുടെ ഒരു സിസ്റ്റത്തിൽ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായി, അവരിതിൽ ഫിറ്റും ചെയ്യുന്നില്ല. അവരെപ്പോഴും പുറത്ത് നിന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ സംഭവമൊക്കെ സംഭവിക്കുമ്പോൾ പുറത്തിരിക്കുക, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അതായത് ഒരു നോൺ ബൈനറി അല്ലെങ്കിൽ ഒരു സിസ് ഹെറ്ററോ പേട്രിയാർക്കിയുടെ പുറത്തിലായി ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെ ഈ സാധനത്തെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് സവർണത എങ്ങനെ അതായത് അംബേദ്കറൈറ്റ് സ്പേസസിലേക്കോ ദളിത് വ്യക്തികൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴോ അതെങ്ങനെ വരുന്നു എന്നുള്ളത്. അതൊരു സവർണ സ്ത്രീ ആയത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ലൈക്ക് എനിക്ക് സവർണ സ്ത്രീകളെ കോൾ ഔട്ട് ചെയ്യണം എന്നൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ഒന്നാമത്തെ കാര്യം, ഐ ഡിഡ്ന്റ് വാണ്ട് ടു റൈറ്റ് എ സാഫിക് റൊമാൻസ് ബിക്കോസ് ഐ വാസ് അഫ്രൈഡ് ഓഫ് റൈറ്റിംഗ് ലെസ്ബിയൻ റൊമാൻസ് ഫോർ ദിസ് ഫിലിം. ബിക്കോസ് എനിക്ക് ഇത് കുറച്ചുകൂടെ സിസ് ഹെറ്ററോ പേട്രിയാർക്കി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നിയുണ്ട് സിസ് ഹെറ്ററോ പേട്രിയാർക്കി ചൂസ് ചെയ്യുകയും അതുകൊണ്ട് മാത്രം പൂജ ഒരു സ്ത്രീയായി മാറുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എനിക്കിപ്പം എന്താ പറയാ, ബിക്കോസ് ദെൻ ദിസ് ക്യാരക്ടർ ബിക്കംസ് എ വുമൻ, ദെൻ ദി ഐഡിയാസ് ഓഫ് ലൈക്ക് ഹൗ ഫെമിനിസം ആൻഡ് കാസ്റ്റിസം ലൈക്ക് ഇന്റർസെക്ട്. അതായത് ഇപ്പം കാസ്റ്റ് ഒരു എന്താ സ്ത്രീകൾ നേരിടുന്ന വയലൻസിനെ ഡബിളി വയലന്റ് ആക്കുന്ന ഒരു സോഷ്യൽ ഈവൽ ആണല്ലോ. ഇറ്റ്സ് നോട്ട് വൺ ദാറ്റ് സെപ്പറേറ്റ്. അതായത്
നമ്മൾ ഫേസ് ചെയ്യുന്ന ഒപ്രഷൻ ഡബിൾ അപ്പ് ചെയ്യുന്ന സാധനങ്ങളായിട്ടാണ് കാസ്റ്റും പെട്രിയാർക്കിയും ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഒരേ ഒരു കുടക്കീഴിൽ കാണിക്കണമെന്നും ഇതെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യണമെന്നും തോന്നിയത് കൊണ്ട് ആണ്. എരിയലിന്റെ മറ്റുള്ള ഷോർട്ട് ഫിലിംസും ഇപ്പൊ ഡോക്യുമെന്ററി ചെയ്യണു. സോ കുഡ് യു ടോക്ക് അബൌട്ട് ദോസ്? ആദ്യത്തെ സിനിമ ബഡ്ജറ്റ് ലാബിന്റെ യൂട്യൂബ് ചാനലുണ്ട്. 11 KB ഉണ്ട്. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ. പിന്നെ ഇത് ദെൻ വി മേഡ് എ ഫിലിം കോൾഡ് പർപ്പിൾ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഫിലിം സ്കൂൾ ഫിലിം ആയിരുന്നു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് കുറച്ച് സ്റ്റോൾഡ് ആയി ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യവും പിന്നെ എന്താ പറയാ ഡേറ്റ്സ് ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാരണം അതിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെ ഒരു സിനിമ തീർന്നു, പക്ഷെ അതിപ്പോ അത് 3 മിനിറ്റേ ഉള്ളൂ. അത് ഇനി ഒറ്റയ്ക്ക് ഇറക്കി വിടാൻ എനിക്കൊരു മടിയായതുകൊണ്ട് ഞാൻ വേറെ ഇപ്പം ഈ സിനിമ ഇറങ്ങിയത് കൊണ്ട് ചിലപ്പോൾ 2-3 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇറക്കാൻ ശ്രമിക്കുമായിരിക്കും. പിന്നെ ഇപ്പം കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ഷോർട്ട് ചെയ്തു. അതിപ്പം ഫെസ്റ്റിവലിനൊക്കെ അയച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ 3 ഷോർട്സ്. ആൻഡ് ഡോക്യുമെന്ററി വെരി ലോങ് പ്രോസസ്. അത് ഞാൻ 2023 ജനുവരിയിൽ തുടങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. ഹോപ്പ്ഫുള്ളി ബൈ നെക്സ്റ്റ് ഇയർ ദിസ് ടൈം അത് പുറത്തിറങ്ങുമായിരിക്കും എന്നാണ് ഒരു അതിന്റെ ഒരു സ്റ്റാറ്റസ്. അതാണ്. ഡോക്യുമെന്ററി എന്തിനെ കുറിച്ചുള്ളായിരുന്നു? ഡോക്യുമെന്ററി ഇസ് അബൌട്ട് ട്രാൻസ് ആൻഡ് നോൺ ബൈനറി പീപ്പിൾ ആൻഡ് ദെയർ ലൈഫ്സ് ഇൻ സ്കൂൾ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഉള്ള നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഉള്ള ഒരു ഡോക്യുമെന്ററി. അത് ആ ഒരു ഗേസിലൂടെ വേറെ പല സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ഇതെങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. Serial's background, like schooling, education. For you were talking about the film studies as well. So quite curious to know. ക്ലാസ് ഒക്കെ കോഴിക്കോടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കോഴിക്കോട് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറത്ത് വന്നു. പെരിന്തൽമണ്ണയിലാണ് ഞാൻ LKG തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്നത്. പിന്നെ 3ാം ക്ലാസ് തൊട്ട് കൊല്ലത്താണ്. 3 തൊട്ട് +2 വരെ ഒരേ സ്കൂളിൽ കൊല്ലത്ത് ലേക്ക് ഫോർഡ് എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിൽ പഠിക്കുകയും പിന്നെ +2 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചു നേരം ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, എല്ലാ ദിവസവും സ്കൂളിൽ പോയി ഉള്ള ആ ഒരു സൈക്കിൾ അങ്ങ് നിന്നുമല്ലോ. ഇനിയിപ്പോ പുതിയതായിട്ടൊരു പരിപാടി നമ്മൾ അവതരിപ്പിക്കണം. അതിപ്പോ എന്താ ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എന്താ ഗ്യാപ്പ് ഇയർ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഗ്യാപ്പ് ഇയർ എടുക്കാന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവരും കോളേജിൽ പോകുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഫീലിംഗ് ഓഫ് മിസ്സിംഗ് ഔട്ട്. അപ്പൊ ഞാൻ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്ന ഒരു കോളേജായിരുന്നു സെന്റ് ജോസഫ്സ്. അതായത് വാക്ക് ഇൻ ഇന്റർവ്യൂ പോലത്തെ സാധനം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓൺലൈൻ വാക്ക് ഇൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ പഠിക്കാൻ ചേർന്നു. അവിടെ 3 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷം കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിൻസ് ദെൻ ഐ ബീൻ വർക്കിംഗ് ലൈക്ക് ഇൻഡിപെൻഡന്റ്ലി. കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് കമ്മൗട്ട് ചെയ്യുന്നതും എല്ലാം, ലൈക്ക് പബ്ലിക്ലി കമ്മൗട്ട് ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് കിട്ടാൻ കുറച്ച് ക്ഷാമമൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അതെ, ദാറ്റ്സ് ലൈക്ക് വേർ ഐ ആം. I don't think that's much like about me that's relevant to the film or anything. എനിക്കറിയില്ല ഇപ്പോഴത്തെ അഡ്മിഷൻ കോളത്തിൽ അങ്ങനെ ജെൻഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സോ ഡിഡ് യു ഫേസ് എനി സച്ച് തോട്ട്സ് കമ്മിങ് അപ്പ് when you had to take admission or when you are facing any of the social നമ്മുടെ സോ കോൾഡ് ഈ ബൈനറി സംഭവത്തിലേക്ക് വരുമ്പോൾ അത്തരം കോളേജിൽ പോകുന്ന സമയത്ത് ഐ വാസ് നോട്ട് അവെയർ ദാറ്റ് ഐ വാസ് ട്രാൻസ്. സോ എനിക്ക് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല UG സമയത്ത്. പക്ഷെ കോളേജിൽ നിന്ന് നല്ല രീതിക്ക് ട്രാൻസ്ഫോബിക് ആയിട്ടും ക്വയർഫോബിക് ആയിട്ടുമുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടി വന്നു. അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, FTIയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു ഈ വർഷം. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് എനിക്ക് കിട്ടിയാലും പോകാൻ പറ്റിയില്ലെങ്കിലും ഒന്നും ഭയങ്കര പേടിയുണ്ട്. ഈവൻ ഇഫ് ഐ ഗെറ്റ് ലൈക്ക് ദ റൈറ്റ് മാർക്സ്, ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ലൈക്ക് തിരിച്ച് ക്ലോസറ്റിൽ കയറി എന്താണ് മെയിലിനൊക്കെ ഇട്ട് പോയി പഠിച്ച് അവിടെ അതിൻ്റെതായിട്ടുള്ള ഓപ്പറേഷൻ ഫേസ് ചെയ്യാനുള്ള അത്രയും എന്താ മെന്റൽ എനർജി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഫോർ മീ ലൈക്ക് എനിക്ക് എന്തോരം സോഷ്യൽ ക്യാപിറ്റലും ഫിനാൻഷ്യൽ ക്യാപിറ്റലും ഉണ്ടെന്ന് ആലോചിക്കണം. എനിക്ക് പോലും ഇത്രയും എന്താ ഈ ഒപ്രഷന് ഇത്ര ഭയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മനുഷ്യർക്കും ഇതേ സാധനം കാണും. ഇറ്റ് ലിമിറ്റ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം നമുക്ക് വിദ്യാഭ്യാസം നേടാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് ഈ ബൈനറിക്കകത്തേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ള സാധനം. അത് തീർച്ചയായും ഭയമുള്ള ഒരു സാധനമാണ്. ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഓഫ് കോഴ്സ് യു ഹാവ് ടു ഫിനിഷ് ദിസ് ഡോക്യുമെന്ററി, അതല്ലാതെ ഫീച്ചർ ഫിലിം അങ്ങനെയുള്ള പ്ലാൻസ് ഉണ്ടോ? പൈസ ഇല്ല പടം പിടിക്കാൻ, കഥയ്ക്ക് ക്ഷാമമൊന്നുമില്ല. ഒരു ഷോർട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ടായി. അത് ഫെസ്റ്റിവലിനെല്ലാം പോയി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ, കുറച്ച് റെക്കഗ്നിഷൻ കിട്ടുകയാണെങ്കിൽ, ആരെങ്കിലും പൈസ തരാൻ
താല്പര്യം ഉണ്ടെങ്കിൽ പിടിക്കാൻ പടമുണ്ട് കയ്യില്. സിനിമ പിടിക്കാൻ താല്പര്യമുള്ളതായിട്ടും സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതായിട്ടും നിറച്ച് ക്വയർ വ്യക്തികളുണ്ട്. സോ മെനി പീപ്പിൾ ദാറ്റ് ഹാവ് കം അപ്പ് ടു മീ ടോൾഡ് മീ ദാറ്റ് ദേ വാണ്ട് ടു വർക്ക് ഇൻ ഫിലിം, വർക്ക് ഇൻ മീഡിയ. പക്ഷെ അതിനുള്ള പൈസ ഇല്ല. അതിനുള്ള പൈസ തരാനായിട്ട് ആർക്കും അങ്ങനെ താല്പര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇപ്പൊ പുതിയതായിട്ട് പ്രോജക്ട്സ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. But the moment I get like some sort of funding, I really hope there are projects that I really want to make that I will try to make once I can find someone who wants to spend money. കരു കാണുന്ന ആളുകൾക്ക് അറിയാം അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് there is a film language, there is a visual language you are effectively used. ആൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗ്സ് ആണെങ്കിലും ഒക്കെ it's catchy, it's communicating effectively. So I hope once you get the opportunity, once more people watch these kind of things, and whatever you are producing, I think people will recognize your talent and you'll get much more opportunities. Wish you all the best, Ariel. Nice talking to you. Thank you. Yeah.